ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 7-ാം മാസം, അതായത് ജൂലൈ മാസം അവസാനിക്കാൻ പോവുകയാണ്. മലയാള സിനിമയിൽ കാര്യമായ റിലീസോ അല്ലെങ്കിൽ വിജയമോ സമ്മാനിക്കാത്ത ഒരു മാസമാണ് കടന്നു പോകുന്നത്. പോയ മാസങ്ങളിൽ, അതായത് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ഒട്ടനവധി സിനിമകൾ വന്നുപോയിരുന്നു. ഈ ജൂലൈ മാസത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ടോവിനോ തോമസ്, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിങ്ങനെയുള്ള ആരുടെയും സിനിമകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ കണക്കിൽ ഒരു 15 സിനിമകളാണ് മൊത്തത്തിൽ റിലീസായിട്ടുള്ളത്. അതിൽ ഒരു സിനിമ ഡയറക്റ്റ് യൂട്യൂബ് വഴിയായിരുന്നു, ഒരു സിനിമ OTT വഴിയായിരുന്നു റിലീസ്. ബാക്കി 13 സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. അങ്ങനെ തിയേറ്ററിലെത്തിയ ഈ 13 സിനിമകളിൽ ഏതെങ്കിലും സിനിമകൾ വിജയിച്ചോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ മാസം ആദ്യം തിയേറ്ററിലെത്തിയത് ജൂലൈ 4-ന് ധീരൻ എന്ന മലയാള സിനിമയാണ്. നവാഗതനായ ദേവദത്ത് ഷാജിയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ രാജേഷ് മാധവൻ, അശ്വതി മനോഹരൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, സുധീഷ്, അശോകൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. സിനിമയുടെ തുടക്കത്തിൽ ഹൈപ്പും പ്രമോഷനും ഒക്കെ കണ്ട് സിനിമ വമ്പൻ തരംഗമായി എല്ലാ റെക്കോർഡുകളും മറികടക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കേരള കളക്ഷനായി ഈ സിനിമ ഇതുവരെയും 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ട് പോലുമില്ല. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാഷ് ഔട്ട് ആവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 4 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. അപ്പോൾ ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ വന്ന സിനിമ തന്നെ പരാജയമാണ് സംഭവിച്ചത്. ജൂലൈ 4-ന് തിയേറ്ററിലെ രണ്ടാമത്തെ ഒരു മലയാള സിനിമയാണ് ജങ്കാർ. മനോജ് യാദവാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ശരത് അപ്പാണി, രേണു സൗന്ദർ, ശ്വേത മേനോൻ, ശബരീഷ് വർമ്മ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ കേരളത്തിൽ 42 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമേ മൊത്തം നേടിയെടുത്തിട്ടുള്ളൂ. നവാഗതനായ റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത കോലാഹലം എന്ന സിനിമ ജൂലൈ 11-നാണ് തിയേറ്ററിലെത്തിയത്. ചിത്രം നിർമ്മിച്ച സന്തോഷ് പുത്തൻ തന്നെയാണ് ഈ സിനിമയിലെ നായകനായും അഭിനയിച്ചിട്ടുള്ളത്. അനൂഷ അരവിന്ദാക്ഷൻ, വിഷ്ണു ബാലകൃഷ്ണൻ, പ്രിയ ശ്രീജിത്ത്, ചിത്ര പ്രസാദ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. പുതുമുഖ താരനിരയുമായി വന്ന ഈ സിനിമ മൊത്തം കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഏകദേശം 15 ലക്ഷം റേഞ്ചിൽ മാത്രമാണ്. ജൂലൈ 11-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സൂത്രവാക്യം. റജിൻ എസ് ബാബുവിന്റെ തിരക്കഥയിൽ യൂജിൻ ജോസ് ചിറമ്പിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ, ദീപക് പറമ്പോൾ, വിൻസി അലോഷ്യസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരള കളക്ഷനായി 62 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 74 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഏറെ വിവാദങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ശേഷം തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് JSK, അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപി നായകനായി പ്രവീൺ നാരായണനാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. അനുപമ പരമേശ്വരൻ, മാധവ് സുരേഷ്, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യപിള്ള എന്നിങ്ങനെയായിരുന്നു മറ്റ് അഭിനേതാക്കൾ. ചിത്രം ഇതുവരെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് 5 കോടി 80 ലക്ഷം റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 7-7.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. 10 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സ്വാഭാവികമായിട്ടും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപൂർവ പുത്രന്മാർ എന്ന മലയാള സിനിമ ജൂലൈ 18-ന് തിയേറ്ററിലെത്തി. രജിത്ത് RL, ശ്രീജിത്ത് വിജയൻ എന്നിങ്ങനെ 2 പേരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അലൻ സീർ, അശോകൻ, ബിബിൻ ജോർജ്, ലാലു അലക്സ്, സജിൻ ചെറുകേൽ, നിഷാന്ത് സാഗർ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ആവറേജ് ഡീസന്റ് ഓവറായി നേടിയെടുത്ത ഈ സിനിമ 45 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും നിലവിൽ ഈ സിനിമ പരാജയം തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ജൂലൈ 18 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ഫ്ലാസ്ക്. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, സുരേഷ് കൃഷ്ണ, സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ നിലവിൽ കേരള കളക്ഷനായി 33 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജൂലൈ 18-ന് തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് രവീന്ദ്ര നീ എവിടെ. മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷീലു എബ്രഹാം, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 40 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമേ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളൂ. ശ്രീദേവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ജഗള എന്ന സിനിമ ജൂലൈ 18-ന് തിയേറ്ററിലെത്തിയ 4-ാമത്തെ മലയാള സിനിമയാണ്. ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, രമാദേവി, ബിറ്റോ ഡേവീസ്, മറീന, വിജയൻ വി നായർ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ കേവലം 10 ലക്ഷത്തിൽ താഴെ മാത്രമേ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളൂ. കടലോളം സ്നേഹം, അഥവാ സീ ഓഫ് ലവ് എന്ന മലയാള സിനിമ ജൂലൈ 18-ന് തിയേറ്ററിലെത്തിയ 5-ാമത്തെ സിനിമയാണ്. സായി കൃഷ്ണ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിൽഷ പ്രസന്നൻ, മീര നായർ, ജിബിനു ജേക്കബ്, കോട്ടയം രമേശ്, സീനത്ത് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ കേരള കളക്ഷനായി 12 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ജൂലൈ 25-ന് തിയേറ്ററിലെത്തി നിലവിൽ പ്രദർശനം തുടരുന്ന മലയാള സിനിമയാണ് ഒരു റൊണാൾഡോ ചിത്രം. റിനോയ് കല്ലൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലാൽ ഇന്ദ്രൻസ്, അശ്വിൻ ജോസ്, ചൈതന്യ പ്രകാശ്, ഹന്ന റജി കോശി, സുവർണ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ 8 ലക്ഷം രൂപ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. പാട്ടായ കഥ എന്ന സിനിമ ജൂലൈ 25-ന് തിയേറ്ററിലെത്തി. AGS ആണ് തിരക്കഥ എഴുതി ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വടിവേൽ കുമാർ, ക്രിസ്റ്റി ബിന്നർ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. മൂൺലൈറ്റ് ക്രിയേഷൻസിന്റെ മറവിൽ ബൈജു P. ജോൺ നിർമ്മിച്ച ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. നവാഗതനായ ഷംനാദ് സംവിധാനം ചെയ്ത് ജൂലൈ 25-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലംപിരി ശംഖ്. ഷഹനാദ് ഷാജി, ഷിജോ P. എബ്രഹാം, ഗൗരി എസ് ലാൽ, ആഷിഖ് BS, ജാക്സൺ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നിങ്ങനെ ആദ്യ 4 ദിവസ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3.5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.